കണ്ടാനശ്ശേരി ആളൂരിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചിരാഗ് ഗീ ഭക്ഷ്യസുരക്ഷാ വിഭാഗം നിരോധിച്ചു. നെയ്ക്കൊപ്പം എണ്ണയും ചേർത്തിരുന്നതായി കണ്ടെത്തി. ബോട്ടിലിൽ സൂക്ഷിച്ച 77 കിലോ നെയ്യും ടിന്നുകളിൽ സൂക്ഷിച്ച 27 കിലോ നെയ്യും പിടിച്ചെടുത്തു. തൃശൂർ കോഴിക്കോട് തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടുകളിൽ സ്വകാര്യ ബസ് ഉടമ തൊഴിലാളി സംയുക്ത സമിതി പ്രഖ്യാപിച്ച ബസ് സമരം മാറ്റിവെച്ചു. സമരം ജൂലൈ 2 മാറ്റിയെന്ന് സംയുക്ത സമരസമിതി. കലക്ടറുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. കട്ടിലപ്പൂവത്ത് കാട്ടാനകളിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മേഖലയിൽ ആനയിറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവാകുന്നു. പ്രതിഷേധിച്ച കർഷകർ. ചാലിശ്ശേരി പെരുമണ്ണൂരിൽ ഒറ്റ ദിവസം കൊണ്ട് കിണർ വറ്റിയ പ്രതിഭാസം ഭൂചലനം മൂലമെന്ന് ഭൂജല വകുപ്പ് സ്ഥിരീകരിച്ചു. ഭൂചലനത്തിൽ രൂപപ്പെട്ട വിള്ളലുകളിലൂടെ വെള്ളം ചോർന്നുപോയതായി കണ്ടെത്തി. വടക്കാഞ്ചേരിയിലെ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാകുന്നു. തമ്പടിച്ച് മദ്യപിച്ച് ബഹളം വയ്ക്കുന്ന ഇതര സംസ്ഥാനക്കാർക്കെതിരെ പോലീസിന്റെ ഭാഗത്തുനിന്നും നടപടിയുണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ. നമസ്കാരം. വാർത്തകൾ വിശദമായി. കണ്ടാനശ്ശേരി ആളൂരിൽ ഉത്പാദിപ്പിക്കുന്ന ചിരാഗ് ഗീ ഭക്ഷ്യസുരക്ഷാ വിഭാഗം നിരോധിച്ചു. നെയ്യിനൊപ്പം എണ്ണയും ചേർത്തിരുന്നതായി ഭക്ഷ്യസുരക്ഷാ വിഭാഗം കണ്ടെത്തി. സാമ്പിളുകളുടെ പരിശോധനയിലാണ് നെയ്യിനൊപ്പം എണ്ണയും ചേർത്തിരുന്നതായി കണ്ടെത്തിയത്. ചിരാഗ് ഫുഡ് ആൻഡ് ഡയറി പ്രൊഡക്ട്സിന്റെ കീഴിലാണ് നെയ്യ് വിപണിയിലിറക്കിയിരുന്നത്. ബോട്ടിലിൽ സൂക്ഷിച്ച 77 കിലോ നെയ്യും ടിന്നുകളിൽ സൂക്ഷിച്ച 27 കിലോ നെയ്യും പിടിച്ചെടുത്തു. തൃശൂർ കോഴിക്കോട് തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടുകളിൽ സ്വകാര്യ ബസ് ഉടമ തൊഴിലാളി സംയുക്ത സമിതി പ്രഖ്യാപിച്ച ബസ് സമരം മാറ്റിവെച്ചു. സമരം ജൂലൈ 2 മാറ്റിയെന്ന് സമിതി. കലക്ടറുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം മാറ്റിവെച്ചത്. റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് സമരം പ്രഖ്യാപിച്ചിരുന്നത്. ജൂലൈ 2 റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് സമിതി ആവശ്യപ്പെട്ടു. കട്ടിലപ്പൂവത്ത് കാട്ടാനകളിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മേഖലയിൽ ആനയിറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവാകുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ കട്ടിലപ്പൂവം SN മുക്കിൽ താഴത്ത് മാരിയിൽ കുര്യൻ, വെള്ളാരത്തിൽ ജെയിംസ്, നെല്ലിക്കുന്നേൽ ഫിലിപ്പ് എന്നീ കർഷകരുടെ പുരയിടത്തിലെ കൃഷിയാണ് നശിപ്പിച്ചത്. 3 കർഷകരുടെ 2 ഏക്കറോളം വരുന്ന പറമ്പിലെ കായ്ക്കാറായ തെങ്ങുകളും കുലച്ച വാഴകളും ചവിട്ടിമെതിക്കുകയും 3 വർഷത്തിലേറെ പ്രായമായ ജാതിമരങ്ങൾ കടപുഴയ്ക്ക് എറിയുകയുമാണ് ചെയ്തിരിക്കുന്നത്. നേരം പുലരുമ്പോഴേക്കും ആനകൾ കാട് കയറി. താഴത്ത് മാരിയിൽ കുര്യൻ്റെ കമ്പിവേലി കൊണ്ട് അതിരിട്ട കൃഷിയിടത്തിലേക്ക് വേലി തകർത്താണ് ആനകൾ ഇറങ്ങിയത്. രാപകലില്ലാതെ അധ്വാനിച്ചിട്ട് ഉണ്ടാക്കിയ കൃഷിയാണ് ഇത്. വർഷങ്ങളായിട്ട് ഇങ്ങനെയൊരു പ്രശ്നങ്ങൾ വരാറില്ല. ഇപ്പോൾ കഴിഞ്ഞ വർഷം തൊട്ടടുത്ത പറമ്പിൽ എൻ്റെ അനിയൻ്റെ പറമ്പിൽ വന്ന് അവിടെ കുറേ തെങ്ങുണ്ടായിരുന്നു കളഞ്ഞു. അത് വേലി നല്ല വേലി ഇട്ടിരുന്ന ഈ കമ്പിവേലി ഇട്ടിരുന്ന ആ കമ്പിവേലി അടക്കം ചവിട്ടി പൊളിച്ചാണ് ഈ പറമ്പിലേക്ക് വന്നിരിക്കുന്നത്. നമുക്കൊരു 1 ലക്ഷം രൂപയുടെ മുകളിൽ ശരിക്കും പറഞ്ഞാൽ ഇത് ഇന്ന് പണിയാൻ തന്നെ നല്ലൊരു തുകയായിട്ടുണ്ട്. 1 ലക്ഷം രൂപയുടെ മുകളിൽ എനിക്കിപ്പോൾ നഷ്ടം പറഞ്ഞു കഴിഞ്ഞാലും അത് കുറവായിട്ടത് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ വർഷവും വെള്ളാരത്തിൽ ജെയിംസിന്റെ കൃഷിയിടത്തിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചിരുന്നു. തെങ്ങിൻ തൈ ഒന്നിന് 250 രൂപയാണ് അന്ന് നഷ്ടപരിഹാരം കണക്കാക്കിയത്. കുലയ്ക്കാറായ തെങ്ങുകൾ നശിപ്പിക്കപ്പെടുമ്പോഴും തൈ ഒന്നിന് 250 രൂപ നഷ്ടപരിഹാരം നൽകുന്നത് നീതീകരിക്കാനാവില്ലെന്ന് കർഷകർ പറയുന്നു. അതിന് നഷ്ടപരിഹാരമൊന്നും കിട്ടിയിട്ടില്ല. ആകെ 250 രൂപയെന്നാണ് ഒരു തെങ്ങിന് അവർ പറഞ്ഞിരിക്കുന്നത് 250 രൂപ ഒരു തെങ്ങിന് കിട്ടിയിട്ട് ഒരു തെങ്ങും തൈക്ക് 250 രൂപ വില കൊടുത്തിട്ടാണ് മേടിച്ചേക്കുന്നത്. ആ പോയ തെങ്ങിന് 250 3-4 കൊല്ലം വളർത്തിയിട്ട് 250 രൂപ കിട്ടാന്ന് പറഞ്ഞാൽ നമുക്ക് കൊണ്ട് വല്ല കാര്യമുണ്ടോ? അതേ പാവല് ഒരു പാർട്ടിക്ക് പാവല് കാണാൻ പറമ്പ് വിട്ടു കൊടുത്തു. അവൻ്റെ ഒരു 5-6 തടം പാവല് മുളച്ച് വന്ന് പന്തലേക്ക് കയറാറായി വരുന്നത് ചവിട്ടിപ്പറിച്ച് വന്നിട്ടുണ്ട്. ആന ഇവിടെ സ്ഥിരമാണ്. ഇപ്പം ഞങ്ങളിപ്പോൾ രാവിലെ മൊത്തം ഒന്ന് പരിസരമൊക്കെ ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ അവിടെ ഈ മൂലപ്പച്ചയിൽ ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ വാച്ചർമാരടക്കം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മലയോര മേഖലയിലെ ഭൂരിഭാഗം കർഷകരുടെയും ഉപജീവന മാർഗം കൃഷിയാണ്. വന്യമൃഗശല്യത്തെ തുടർന്ന് സമീപ പ്രദേശമായ പുല്ലങ്കണ്ടത്തു നിന്ന് പലരും താമസം മാറിയിട്ടുണ്ട്. കാട്ടാനകൾ കൃഷി നശിപ്പിച്ചത് അറിയിച്ചതിനെ തുടർന്ന് മാടക്കത്തറ പഞ്ചായത്ത് അധികൃതരും പട്ടിക്കാട് റേഞ്ച് വനംവകുപ്പ് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. അധികൃതരിൽ നിന്ന് നഷ്ടപരിഹാരത്തിനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. TCV ന്യൂസ്, തൃശൂർ. ചാലിശ്ശേരി പെരുമണ്ണൂരിൽ ഒറ്റ ദിവസം കൊണ്ട് കിണർ വറ്റിവരണ്ടുണങ്ങിയ പ്രതിഭാസം ഭൂചലനം മൂലമെന്ന് കണ്ടെത്തൽ. കിണറിലും പരിസരത്തും ഭൂജല വകുപ്പ് വിദഗ്ധ സംഘം നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ. പെരുമണ്ണൂർ പൊന്നത്ത് വളപ്പിൽ കുഞ്ഞാന്റെ വീട്ടിലെ കിണറാണ് വറ്റിവരണ്ടുണങ്ങിയത്.
ഭൂചലന സമയത്ത് ഭൂമിക്കിടയിലെ പാറകൾക്കിടയിൽ വിള്ളലുകൾ രൂപപ്പെട്ടുവെന്നും ഈ വിള്ളലുകളിലൂടെ വെള്ളം പൂർണ്ണമായും ചോർന്നുപോയെന്നുമാണ് കണ്ടെത്തൽ. പകുതിയോളം വെള്ളമുണ്ടായിരുന്ന കിണറാണ് ജൂൺ 16-ന് പുലർച്ചെയുണ്ടായ ഭൂമി കുലുക്കത്തെ തുടർന്ന് പൂർണ്ണമായും വറ്റിയത്. സമീപവാസി ഇസ്മയിൽ പെരുമണ്ണൂരിന്റെ വീട്ടുകിണറിലും സമാന രീതിയിൽ ചോർച്ച സംഭവിച്ചതായി പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കിണറിൽ ദിനം തോറും ജലനിരപ്പ് താഴ്ന്നു വരികയാണ്. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാകുന്നതായി പരാതി. സന്ധ്യ മയങ്ങിയാൽ തമ്പടിക്കുന്ന അന്യസംസ്ഥാനക്കാർ ഇവിടെയിരുന്ന് മദ്യപിക്കുകയും ബഹളം വെക്കുകയും ചെയ്യുന്നതാണ് ബസ് കാത്തു നിൽക്കുന്നവർക്ക് ശല്യമാകുന്നത്. ബസ് സ്റ്റാൻഡ് പരിസരത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും രാത്രിയോടെ ജോലി കഴിഞ്ഞിറങ്ങുന്ന സ്ത്രീ തൊഴിലാളികൾ ഭയത്തോടെയാണ് ബസ് കയറാനായി സ്റ്റാൻഡിൽ നിൽക്കുന്നത്. ബഹളങ്ങൾക്കൊടുവിൽ ലഹരിമൂത്ത സാമൂഹിക വിരുദ്ധർ പലരും ഈ കാത്തിരിപ്പ് കേന്ദ്രത്തിൽ തന്നെയാണ് ഉറങ്ങുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു. ഇത്തരത്തിൽ പൊതുശല്യമാകുന്ന ഇവർക്കെതിരെ പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടിയുണ്ടാകുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഇത്തരക്കാർക്കെതിരെ കർശന നടപടികളെടുത്തില്ലെങ്കിൽ അനിഷ്ട സംഭവങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. TCV വടക്കാഞ്ചേരി. അതിരപ്പള്ളി തുമ്പൂർ മുഴി IBക്ക് സമീപം റോഡിലേക്ക് മുളങ്കൂട്ടം കടപുഴകി വീണ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് മുളകൾ വെട്ടിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിലെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കേച്ചേരി യൂണിറ്റ് പ്രവർത്തകർ കാൽനട ജാഥ നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി ലൂക്കോസ് തലക്കോട്ടൂർ കാൽനട ജാഥ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് PK ജെയിംസ് അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി P അബൂബക്കർ, ട്രഷറർ സജി ചിറമൽ, യൂത്ത് വിംഗ് പ്രസിഡന്റ് KD സാജൻ, സെക്രട്ടറി ബിജിനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ഔട്ടർ റിംഗ് റോഡിൽ അപകട ഭീഷണി ഉയർത്തി വലിയ ഗർത്തം രൂപപ്പെട്ടു. കൌൺസിലർ KP ഉദയന്റെ സന്ദർഭോചിതമായ ഇടപെടലിൽ വൻ ദുരന്തം ഒഴിവായി. നഗരസഭാ മൃഗാശുപത്രിക്ക് മുൻവശത്തുള്ള ജംഗ്ഷനിലാണ് അരയടി വലുപ്പത്തിൽ കുഴി രൂപപ്പെട്ടത്. മഴ പെയ്ത് വെള്ളം കുഴിയിലൂടെ ഇറങ്ങിയതോടെ മണ്ണ് ഒലിച്ചുപോയി. ഒരാൾ താഴ്ചയിൽ ഗർത്തം രൂപപ്പെടുകയായിരുന്നു. വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ റോഡിടിഞ്ഞ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുമെന്ന നിലയിലായി. കൌൺസിലർ KP ഉദയൻ വിവരമറിയിച്ചതനുസരിച്ച് പൊതുമരാമത്ത് വകുപ്പ് ജല അതോറിറ്റി ഉദ്യോഗസ്ഥരും ടെമ്പിൾ പോലീസും സ്ഥലത്തെത്തി. SI K ഗിരിയുടെ നേതൃത്വത്തിൽ പോലീസ് കുഴിക്കു ചുറ്റും ബാരിക്കേഡ് സ്ഥാപിച്ച് സുരക്ഷയൊരുക്കി. ട്രാഫിക് പരിഷ്കരണത്തെ തുടർന്ന് ഔട്ടർ റിംഗ് റോഡിൽ വൺ വേ സംവിധാനം ഒരുക്കിയിരിക്കുന്നതിനാൽ ഇടതുവശത്തുകൂടെ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത സ്ഥിതിയായി. പൊതുമരാമത്ത് വകുപ്പും ജലസേചന വകുപ്പും സംയുക്തമായി റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ശ്രമം ആരംഭിച്ചു. +1 പ്രവേശനത്തിന് സീറ്റ് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് KSU ആഹ്വാനം ചെയ്ത വിദ്യാഭ്യാസ സമരത്തിന്റെ ഭാഗമായി എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പ് മുടക്കാനെത്തിയ KSU പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സ്കൂൾ ഗേറ്റുകൾ പൂട്ടിയിട്ടിരുന്നതിനാൽ മതിൽ ചാടിയാണ് പ്രതിഷേധക്കാർ അകത്ത് കടന്നത്. സ്കൂൾ പ്രിൻസിപ്പാൾ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് എത്തി KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. പിന്നീട് സ്ഥലത്തെത്തിയ കോൺഗ്രസ് നേതാക്കളും സ്കൂൾ അധികൃതരും പോലീസും തമ്മിൽ നടത്തിയ ചർച്ചയെ തുടർന്ന് അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ വിട്ടയച്ചു. അതേസമയം സ്കൂളിലെ വിദ്യാർത്ഥികളായ KSU പ്രവർത്തകർ സ്കൂൾ കോമ്പൗണ്ടിൽ പ്രതിഷേധ പ്രകടനം നടത്തി. എരുമപ്പെട്ടിയിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന് KSU ജില്ലാ വൈസ് പ്രസിഡന്റ് അഷ്റഫ് ചിറ്റണ്ട, എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് ഷിയാസ് ചിറ്റണ്ട, ഭാരവാഹികളായ അബിൻ, അഫ്സൽ എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി കടങ്ങോട് പഞ്ചായത്തിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ KSU പ്രവർത്തകർ പഠിപ്പ് മുടക്കി. നിയന്ത്രണങ്ങൾ ലംഘിച്ച് സ്കൂൾ സമയത്ത് ദേശീയപാതയിലോടിയ ടോറസ് ലോറികൾ പിടികൂടാൻ മോട്ടോർ വാഹന വകുപ്പിന്റെ കർശന പരിശോധന. പുതുക്കാട്, നന്ദിക്കര എന്നിവിടങ്ങളിലാണ് എൻഫോഴ്സ്മെന്റ് പരിശോധന നടത്തിയത്. നിരവധി വാഹനങ്ങൾ ഉദ്യോഗസ്ഥർ പിടികൂടി. ചില വാഹനങ്ങൾക്ക് പിഴ ചുമത്തി. രാവിലെ 8:30 മുതൽ 10 വരെയും ഉച്ചതിരിഞ്ഞ് 3:30 മുതൽ 5 വരെയുമാണ് ഇത്തരം വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്.
ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കരിങ്കല്ലും മണലും മെറ്റലും കൊണ്ടുവരുന്ന ടോറസ് ലോറികളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയും ഇവയെല്ലാം സമയക്രമം പാലിക്കാതെ ഓടുന്നത് അപകടങ്ങൾക്ക് ഇടയാക്കുന്നുവെന്ന പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് പരിശോധന കർശനമാക്കിയത്. പിടികൂടിയ വാഹനങ്ങൾ തുടർ നടപടികൾക്കായി പോലീസിന് കൈമാറുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. റാക്കുകൾ കാലിയായ സപ്ലൈകോയിൽ ആളും ആരവവുമില്ലാതെ 50ാം വാർഷികാഘോഷം ജീവനക്കാരിലൊതുങ്ങി. സപ്ലൈകോയുടെ മാള സൂപ്പർമാർക്കറ്റിൽ കാലിയായ റാക്കിന് മുന്നിൽ നിലവിളക്ക് തെളിയിച്ച് കേക്ക് മുറിച്ചായിരുന്നു ആഘോഷം. സ്ഥാപനത്തിലെ മാനേജറടക്കം 3 ജീവനക്കാർ മാത്രമാണ് ആഘോഷത്തിൽ പങ്കെടുത്തത്. റാക്കുകൾ കാലിയായതിനാൽ തിരിതെളിയിച്ചതടക്കമുള്ള ചിത്രങ്ങൾ എടുക്കുന്നത് മാനേജർ വിലക്കിയിരുന്നു. സൂപ്പർമാർക്കറ്റിനുള്ളിലെ ദൃശ്യങ്ങൾ പകർത്തുന്നത് തടയണമെന്ന് ഡിപ്പോ മാനേജറുടെ നിർദ്ദേശമുണ്ടെന്ന് മാളയിലെ മാനേജർ ടോറസ് പറഞ്ഞു. ഉഴുന്നും അരിയും മാത്രമാണ് സബ്സിഡി ഇനത്തിലുള്ളത്. സാധനങ്ങളും ഉപഭോക്താക്കളും ഇല്ലാത്തതിനാൽ മാനേജറടക്കമുള്ള ജീവനക്കാർക്ക് പ്രത്യേകിച്ച് ജോലിയില്ലാത്ത അവസ്ഥയാണ്. പ്രതിമാസം ശരാശരി 20 മുതൽ 30 ലക്ഷം രൂപ വരെ വിൽപ്പനയുണ്ടായിരുന്ന മാളയിലെ സൂപ്പർമാർക്കറ്റിൽ ഇപ്പോൾ 5 ലക്ഷത്തോളം രൂപയുടെ വിൽപ്പന മാത്രമാണുള്ളത്. സാധനങ്ങളില്ലാത്തതിനാൽ മാസങ്ങളായി 2 സ്ഥിരം ജീവനക്കാരും 1 താൽക്കാലിക ജീവനക്കാരിയും മാത്രമാണ് ഇവിടെയുള്ളത്. TCV ന്യൂസ്, മാള. കൊടുങ്ങല്ലൂരിൽ കനത്ത മഴയിൽ വീട് തകർന്നു. എൽത്തുരത്ത് കുന്നുംപുറം കുരിയപ്പറമ്പിൽ ബാബുവിന്റെ വീടിന്റെ ഓടുമേഞ്ഞ മേൽക്കൂരയാണ് തകർന്നത്. ശബ്ദം കേട്ട് ബാബുവും കുടുംബാംഗങ്ങളും പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടതിനാൽ കൂടുതൽ അപകടം ഒഴിവായി. വീട്ടിലെ ടിവിക്കും കസേരകൾക്കും കേടുപാടുകൾ പറ്റി. ആദ്യത്തെ ഒരു പൊട്ടലിഞ്ചിട്ടില്ല ഞാൻ ഉണ്ടായില്ല. അതായത് ഒന്ന് ചെറിയ സൗണ്ടോടുകൂടി വന്നപ്പോൾ ഇവർ വിളിച്ച് പറഞ്ഞു. അത് ഞാൻ വന്നപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് മൊബൈൽ കണ്ടിട്ടിരിക്കലാണ്. ചടപടാന്ന് പറഞ്ഞ് ഒച്ചയിട്ടിട്ട് നോക്കിയപ്പോൾ അത് അകത്ത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ പേരിൽ കിടന്നില്ല. എനിക്ക് മോനും എന്തെങ്കിലും സംഭവിച്ചേനെ. പിന്നെ അങ്ങനെയുള്ള TV അങ്ങനെയുള്ള സാധനങ്ങൾ കസാരകൾ അങ്ങനെ പോയിട്ടുണ്ട്. കാട്ടൂരിൽ കിണറുകളിൽ രാസമാലിന്യം കലർന്ന സംഭവത്തിൽ നടപടി സ്വീകരിച്ചു വരുന്നതായി കാട്ടൂർ പഞ്ചായത്ത് അധികൃതർ. രാസമാലിന്യം കുടിവെള്ളത്തിൽ കലർന്നതുമായി ബന്ധപ്പെട്ട് TCV കഴിഞ്ഞ ദിവസം വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. കാട്ടൂർ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന രാസമാലിന്യം കിണറുകളിൽ കലരുന്നുവെന്നതാണ് പരാതി. കിണറിൽ രാസമാലിന്യം കലരുന്നതിനെതിരെ കോൺഗ്രസ് സമരരംഗത്ത് വരികയും ചെയ്തിരുന്നു. എസ്റ്റേറ്റിന് സമീപത്തെ കിണറുകളിലെ വെള്ളം ശേഖരിച്ച് വിദഗ്ധ പരിശോധനയ്ക്കായി എറണാകുളത്തെ ലാബിലേക്ക് അയച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് TV ലത അറിയിച്ചു. സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മാലിന്യം തള്ളുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ചൂണ്ടലിൽ കാർ ഡിവൈഡറിൽ ഇടിച്ചു കയറി അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഗുരുവായൂർ സ്വദേശി സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ചൂണ്ടൽ സെന്ററിൽ ഡിവൈഡറിൽ വാഹനം ഇടിച്ചു കയറിയുള്ള അപകടം തുടർക്കഥയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. മുന്നറിയിപ്പ് ബോർഡോ മറ്റു ദിശാസൂചക ബോർഡുകളോ ഇല്ലാത്തത് അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. ദേശീയപാത മണലി എറവക്കാട് റോഡിന് സമീപം 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. 2 ജീപ്പും കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. എറവക്കാട് ഭാഗത്തേക്ക് തിരിഞ്ഞ ജീപ്പിന് പിന്നിൽ മറ്റൊരു ജീപ്പും കാറും ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഒരു ജീപ്പ് പാടത്തേക്ക് മറിഞ്ഞു. കാറിന്റെ മുൻഭാഗം തകർന്നു. UDF ഭരിക്കുന്ന ചാലക്കുടി നഗരസഭയിൽ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം ലഭിക്കാത്തതിൽ മുസ്ലിം ലീഗിന് അമർഷം. ലീഗ് പ്രതിനിധി KJ ജോജിയെ തഴഞ്ഞതിൽ ലീഗ് ഭാരവാഹികൾ ചാലക്കുടിയിൽ വാർത്താസമ്മേളനം നടത്തി പ്രതിഷേധിച്ചു. 5 വർഷത്തിനുള്ളിൽ ഒരു തവണ ജോജിയെ ഏതെങ്കിലും സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം ഉറപ്പു നൽകിയിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് വാക്കുമാറിയെന്നും ഭാരവാഹികൾ പറഞ്ഞു. ജില്ലാ സെക്രട്ടറി II അബ്ദുൽ മജീദ്, ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് മീരാസ വെട്ടുക്കൽ, നഗരസഭാ കൌൺസിലർ KJ ജോജി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുണ്ടും കുഴിയും നിറഞ്ഞ ചളിക്കുളമായി കുട്ടമംഗലം അയ്യൻപടി റോഡ്. എടത്തിരുത്തി പഞ്ചായത്ത് 2ാം വാർഡിലെ അയ്യൻപടി കുട്ടമംഗലം റോഡാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നത്. മഴ പെയ്തതോടെ റോഡിലെ കുഴിയിൽ വെള്ളം നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുകയാണ്. കുടിവെള്ള പൈപ്പിടലിനായി കുഴിച്ച ഭാഗം റീസ്റ്റോറേഷൻ പണി പൂർത്തിയാകാത്തതിനാൽ റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. നിരവധി വാഹനങ്ങളും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ കാൽനടയായി പോകുന്ന റോഡാണിത്. 1 കിലോമീറ്ററോളം നീളമുള്ള റോഡിലൂടെയുള്ള യാത്ര ഏറെ ദുഷ്കരമായിരിക്കുകയാണ്. നൂറുകണക്കിന് കുട്ടികൾ, വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്ന
ഈ റോഡ് വളരെ ശോചനീയമായ അവസ്ഥയിലാണുള്ളത്. കുണ്ട് കുഴി വെള്ളക്കെട്ട് എന്നതുപോലെ ഈ അവസ്ഥകൾക്കൊരു പരിഹാരം കാണാൻ വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഫസ്റ്റ് ചെറിയൊരു മെയിൻ്റനൻസ് ഇവിടെ ജനങ്ങൾ പിരിവെടുത്ത് നമ്മുടെ കുറച്ചിട കുഴി ഹൈറ്റ് കൂട്ടിയെന്നല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് പാസ്സായത് അറിയുമെന്ന് ചോദിച്ചാൽ ഇവർ പറയുന്ന ഈ പൈപ്പിന് വേണ്ടി പൊളിച്ചത് അതിനെക്കുറിച്ച് ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ യാതൊരു വിധ അറിവും ഉണ്ടായിട്ടില്ല. എന്ത് പാസ്സായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ അത് പറച്ചിൽ തുടങ്ങിയിട്ട് കാലങ്ങളായിട്ട്. അതേസമയം റോഡ് ടാറിങ്ങിനായി 10 ലക്ഷം രൂപ വകയിരുത്തി ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടുണ്ടെന്നും മഴക്കാലത്തിന് ശേഷം റോഡ് പണി പൂർത്തിയാക്കുമെന്നും വാർഡംഗം ദിൽഷ സുധീർ പറഞ്ഞു. കുടിവെള്ളത്തിനായി പൈപ്പിടുന്ന ജോലികൾ നീണ്ടുപോയതിനാലാണ് ടാറിംഗ് വൈകിയതെന്നും വാർഡംഗങ്ങൾ പറഞ്ഞു. TCV കയ്പമംഗലം. ചാഴൂർ വേലുമാൻപടി ജയന്തിപടവ് സൊസൈറ്റി റോഡ് വെള്ളക്കെട്ട് മൂലം സഞ്ചാരയോഗ്യമല്ലാതായി. പതിവായി വെള്ളം കെട്ടി നിൽക്കുന്നത് മൂലം ടാറിംഗ് തകർന്ന് റോഡ് മുഴുവൻ വലിയ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നതും പതിവാണ്. പൈപ്പിടാനുണ്ടാക്കിയ കുഴികൾ ശാസ്ത്രീയമായി നികത്താത്തതാണ് റോഡിന്റെ ദുരവസ്ഥയ്ക്ക് കാരണം. നിരവധി തവണ ജനപ്രതിനിധികളോടും ജലസേചന വകുപ്പ് അധികൃതരോടും പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ചാഴൂർ പഞ്ചായത്തിലെ ജയന്തിപ്പടവ് കോപ്പറേറ്റീവ് റോഡുമായി ബന്ധിപ്പിക്കുന്ന റോഡ് 1.5 വർഷക്കാലമായി യാതൊരു വക പണിയും നടത്താതെ കുണ്ടും കുഴിയുമായി ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത വിധം ഇരുചക്രവാഹനങ്ങൾ ഈ കുണ്ടും കുഴിയിലും വീണ് അപകടം നിത്യസംഭവമായിരിക്കുന്നു. പഞ്ചായത്ത് മെമ്പർമാരെ 2 പേരോടും പറഞ്ഞിട്ടും ഇതുവരെ ഇതിനൊരു പരിഹാരം കാണുന്നില്ല. ഇവിടെ നമ്മുടെ കഴിഞ്ഞ വർഷം ഈ പൈപ്പ് ലൈൻ പൊളിച്ചതിന് ശേഷം അവിടെ ഇവർ ശരിക്കും മണ്ണിട്ട് മൂടാതെ അവിടെ ഒരു ഗർത്തം, വലിയൊരു ഗർത്തനാണ്, ഒരു 2 അടിക്ക് മേലെ താഴ്ചയുള്ളതാണ്. ഒരുവിധമൊക്കെ തൂർത്തി മെമ്പർ അറിയിക്കുകയും ചെയ്തു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അപ്പോൾ എത്രയും പെട്ടെന്ന് അത് ശരിയാക്കാനുള്ള സംവിധാനമാണെന്ന് പറഞ്ഞു. പിന്നെ അവർ വന്നിട്ട് എന്തോ JCB കൊണ്ട് എന്തൊക്കെയോ അവർ കാണിച്ചു. പക്ഷേ ഇപ്പോൾ ഈ വർഷം വീണ്ടും മഴ പെയ്തപ്പോൾ ഇപ്പോൾ വീണ്ടും ഇതൊക്കെ ഒലിച്ചു പോയിട്ട് ഇപ്പോൾ വീണ്ടും അത് അടിയിലേക്ക് താന്നു. ഇവിടെ ഞങ്ങളുടെ ഈ പാലത്തിൻ്റെ അവിടെ 2-3 പ്രാവശ്യം ഇപ്പോൾ കുഴികൾ വരുന്നത്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് 2-3 പേര് കൂടിയിട്ട് ആ കുഴികൾ ഞങ്ങൾ തൂർത്താറുണ്ട്. ഇപ്പം ഇപ്രാവശ്യം മഴ പെയ്തപ്പോഴും അതേമാതിരി തന്നെ വലിയൊരു കുഴിയായിട്ടാണ് അവിടെ കിടക്കുന്നത്. പിന്നെ അവിടെ നിങ്ങളുടെ റോഡ് ആകെ മോശമാണ്. വെള്ളിക്കുളങ്ങര കൊടകര റോഡിലെ കൊടുങ്ങയിൽ രൂപപ്പെട്ട കുഴികൾ യാത്രക്കാർക്ക് ദുരിതമാകുന്നു. കൊടുങ്ങ പള്ളി സ്റ്റോപ്പിനും വിമല സ്കൂളിനും മധ്യേയുള്ള പാലത്തിന് സമീപമാണ് റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത്. റോഡിൽ വീഴുന്ന മഴവെള്ളം ഒഴുകിപ്പോകാത്തതാണ് റോഡ് തകരാൻ കാരണമായത്. റോഡരികിൽ മണ്ണടിഞ്ഞുകൂടി കിടക്കുന്നതും പാഴ്ചെടികൾ വളർന്നു നിൽക്കുന്നതുമാണ് റോഡിൽ മഴവെള്ളം കെട്ടിക്കിടക്കാനിടയാക്കുന്നത്. കുഴികൾ രൂപപ്പെട്ടിട്ട് വർഷത്തിലധികമായിട്ടും കുഴികൾ അടയ്ക്കാനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. തളിക്കുളം പഞ്ചായത്തിലെ വിവിധ അംഗനവാടികളിൽ ഒഴിവ് വന്ന തസ്തികകളിലേക്ക് നടത്താനിരുന്ന ഇന്റർവ്യൂ പഞ്ചായത്ത് അംഗങ്ങളുടെയും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെയും പ്രതിഷേധത്തെ തുടർന്ന് തടസ്സപ്പെട്ടു. ഒഴിവ് വന്ന തസ്തികകളിൽ നിയമനം നടത്തുന്നതിനായി സെലക്ഷൻ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തിരുന്നു. അതിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ ലിൻഡ സുഭാഷ് ചന്ദ്രനെ മാറ്റി പുതിയ അധ്യാപികയെ നിയമിച്ചതാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. തളിക്കുളം പഞ്ചായത്തിൽ രാവിലെ നിശ്ചയിച്ച ഇന്റർവ്യൂ തടസ്സപ്പെട്ടപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെയും ജനപ്രതിനിധികൾ പ്രതിഷേധം രേഖപ്പെടുത്തി. CPM നേതൃത്വത്തിലുള്ള ഭരണസമിതി ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുന്ന നടപടികളുമായി മുന്നോട്ടു പോയാൽ ശക്തമായി നേരിടുമെന്ന് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബഗീഷ് പൂരാടൻ, തളിക്കുളം പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മെഹബൂബ്, അംഗങ്ങളായ ബിന്നി അറയ്ക്കൽ, ഷാജി ആലുങ്ങൽ എന്നിവർ പറഞ്ഞു. ഇന്റർവ്യൂ ആണ് ബ്ലോക്ക് പഞ്ചായത്തിൽ ഉച്ചയ്ക്ക് ശേഷം നടത്താൻ ശ്രമിച്ചത്. അത് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും യോഗ്യതയുള്ളവരും ഒഴിവാക്കിക്കൊണ്ട് തികച്ചും ഏകപക്ഷീയമായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് കമ്മിറ്റിയും തളിക്കുളം ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയും അറിയാതെയാണ് ഈ ഒരു നടപടിക്രമങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളത്. അതിനെതിരെ നിലവിൽ താൽക്കാലികമായി ജോലി ചെയ്യുന്നവരും അവരുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ഞങ്ങളത് ആ അനധികൃത നിയമനത്തിനെതിരെ ഒരു സമരമാണ് നമ്മൾ നടത്തിയത്. വവ്വാലുകളുടെ തടവറയിൽ ഭീതിയിൽ കഴിയുകയാണ് ദേശമംഗലത്തെ നിരവധി കുടുംബങ്ങൾ. നിപ പോലുള്ള പകർച്ചവ്യാധികൾ പകരുമോ എന്ന ആശങ്കയും ഇവർക്കുണ്ട്.
ദേശമംഗലം പഞ്ചായത്തിലെ 8ാം വാർഡ് പള്ളം ആനങ്ങാട്ട് വളപ്പിൽ നാരായണൻകുട്ടി നായരുടെ 1.5 ഏക്കർ പുരയിടത്തിലെ മരങ്ങളിലാണ് 2 മാസങ്ങൾക്ക് മുൻപ് വവ്വാലുകൾ കൂട്ടമായി എത്തി സ്ഥിരതാമസമാക്കിയത്. ആദ്യം വീടിന് മുന്നിലുള്ള വലിയ പൂവമരത്തിലാണ് താമസമാക്കിയത്. പിന്നീട് വളപ്പിലുള്ള റബ്ബർ മരങ്ങളുടെ മുകളിലേക്കായി. ഇതോടെ പ്രദേശവാസികളുടെ ദുരിതം ആരംഭിക്കുകയായിരുന്നു. ഈ വഴി പോകുന്ന ആളുകളുടെ ദേഹത്തേക്കും കാഷ്ടവും മൂത്രവും വീഴുന്ന അവസ്ഥയാണ്. രാത്രികാലങ്ങളിൽ വലിയ ശബ്ദവും സമീപവാസികൾക്ക് ദുരിതമാവുകയാണ്. പഞ്ചായത്ത് വനംവകുപ്പ് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും അവർ കൈമലർത്തുകയാണ്. വവ്വാലുകളെ പേടിച്ച് പറമ്പിൽ പണിയെടുക്കാൻ പോലും ആളുകൾ വരാതെയായി. പറമ്പിലെ റബ്ബറിൽ നിന്നും മറ്റുമുള്ള വരുമാനമാണ് നാരായണൻകുട്ടി നായരുടെ ജീവിതമാർഗം. അത് മുടങ്ങുമെന്ന സ്ഥിതിയാണെന്ന് ഇദ്ദേഹം പറയുന്നു. വവ്വാല് കാരണം നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ശല്യം. വഴി നടക്കാൻ പറ്റില്ല, മുറ്റത്തിറങ്ങാൻ പറ്റില്ല. അങ്ങനെയുള്ള ആകെ ഇതായി. എന്നിട്ട് ഞങ്ങൾ പഞ്ചായത്തിലൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. പെട്ടെന്നൊരു 2-3 മാസത്തിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് വന്ന് നിറഞ്ഞതാണ്. ഇനിയിപ്പോൾ മരമൊക്കെ മുറിക്കണമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. അതിനൊക്കെ ഇതാക്കിയിട്ടുണ്ട്. പഞ്ചായത്തിൽ കൊടുത്തപ്പോൾ അവർ പറയണത് വനം വകുപ്പിലേക്ക് കൊടുക്കണം, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. വീട്ടിലെ കിണർ വവ്വാലുകൾ വീഴാതിരിക്കാൻ മൂടിയിട്ടിരിക്കുകയാണ്. മഴ പെയ്തതോടെ നിപ്പ പോലുള്ള പകർച്ചവ്യാധികൾ പകരുമോ എന്ന പേടിയും പ്രദേശവാസികൾക്കുണ്ട്. മരങ്ങൾ വെട്ടിമാറ്റുക എന്നത് പ്രായോഗികമല്ലാത്തതിനാൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആശങ്കയിലാണിവർ. TCV ചെറുതുരുത്തി. അന്തരിച്ച പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും ദേശീയ പുരസ്കാര ജേതാവുമായ KR മോഹനന്റെ 7ാമത് ചരമവാർഷിക ദിനം ആചരിച്ചു. ചാവക്കാട് തിരുവത്രയിലെ വസതിയിൽ നടന്ന ചടങ്ങിൽ സാഹിത്യകാരൻ I. ഷൺമുഖദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. MR രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചെറുകഥാകൃത്ത് KM മോഹൻദാസ്, TT ശിവദാസൻ, KH സലാം, ഫൈസൽ ഭാവ തുടങ്ങിയവർ സംസാരിച്ചു. മണലൂർ പഞ്ചായത്ത് ഓഫീസ് ക്യാന്റീന് പുറകുവശത്തെ കാലപ്പഴക്കമുള്ള മാവ് അപകട ഭീഷണിയാകുന്നു. മാവിന്റെ അവശിഷ്ടങ്ങൾ വീണ് പരിസരമാകെ മാലിന്യങ്ങൾ നിറഞ്ഞ നിലയിലാണ്. അപകടാവസ്ഥയിലായ മാവ് മുറിച്ചു മാറ്റാൻ പഞ്ചായത്ത് കമ്മിറ്റിയിൽ തീരുമാനമായെങ്കിലും കരാർ ഏറ്റെടുക്കാൻ ആരും എത്തിയിട്ടില്ല. അക്കിക്കാവ് സെന്ററിലെ ഹൈമാസ്റ്റ് ലൈറ്റ് 1 വർഷത്തോളമായി കത്താത്തതിൽ പ്രതിഷേധിച്ച് BJP കടവലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു. BJP കുന്നംകുളം മണ്ഡലം ജനറൽ സെക്രട്ടറി PJ ജെബിൻ ധർണ ഉദ്ഘാടനം ചെയ്തു. BJP മേഖലാ ജനറൽ സെക്രട്ടറി C. അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി മഹേഷ് തിപ്പിലശ്ശേരി, KR പ്രജീഷ്, TV സത്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുറക്കുന്നതും അടച്ചിടുന്നതും ഫലത്തിൽ വ്യത്യാസമില്ലാതെ മാള മടത്തുംപടി സ്മാർട്ട് വില്ലേജ്. 3 മാസത്തിനിടയിൽ ജീവനക്കാരില്ലാതെ ആരും ഇവിടെ എത്തിയിട്ടില്ല. ഇവിടെയുള്ള ഏക ജീവനക്കാരന് നിർവഹിക്കാവുന്ന ജോലി എന്തെങ്കിലും അപേക്ഷ വന്നാൽ സ്വീകരിച്ച് പൊയ്യ വില്ലേജ് ഓഫീസിൽ എത്തിക്കുക എന്നതാണ്. അവിടെ നിന്ന് തീർപ്പാക്കി പിറ്റേന്ന് കൊണ്ടുവന്ന് അപേക്ഷകന് തിരിച്ചു കൊടുക്കും. ഒരു തവണ വില്ലേജ് ഓഫീസിൽ പോയി നടക്കാവുന്ന കാര്യങ്ങൾക്ക് സ്മാർട്ട് വില്ലേജിൽ പലതവണ പോകേണ്ടി വരുന്നതിനാൽ ജനങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടാണ്. ആർക്കും പ്രയോജനമില്ലാത്ത സ്മാർട്ട് വില്ലേജ് ഓഫീസ് എന്തിന് നിർമ്മിച്ചുവെന്നതിന് ഇതുവരെ ഉത്തരമില്ല. വില്ലേജ് ഗ്രൂപ്പ് വിഭജനം പൂർത്തിയാക്കാതെയും തസ്തിക അനുവദിക്കാതെയുമാണ് കെട്ടിടം നിർമ്മിച്ചതെന്നും ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും CPM വ്യക്തമാക്കിയിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയുള്ളതിനാൽ ധനകാര്യ വകുപ്പ് തസ്തിക അനുവദിക്കാനുള്ള സാധ്യത കുറവാണ്. ആസ്തി വികസന ഫണ്ട് അനുവദിച്ച് കെട്ടിടം നിർമ്മിക്കുന്നതിന് മുൻപ് സാധ്യതാ പരിശോധന നടത്തിയില്ലെന്നാണ് CPM നേതാക്കൾ പറയുന്നത്. സ്മാർട്ട് വില്ലേജ് ഓഫീസിന് കെട്ടിടം നിർമ്മിച്ച ശേഷം തസ്തിക അനുവദിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെന്ന് VR സുനിൽകുമാർ MLA നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഷാൻഡി ജോസഫ് തട്ടകത്ത് എന്ന വ്യക്തി ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും ധനസ്ഥിതി മെച്ചപ്പെട്ടാൽ മാത്രമേ പരിഗണിക്കാൻ കഴിയൂവെന്നാണ് സർക്കാർ കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. 44 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം 2020 സെപ്റ്റംബർ 15-നാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. 1861 ചതുരശ്രടി വിസ്തീർണമുള്ള കെട്ടിടത്തിനകത്ത് ഫർണിച്ചറുകളെല്ലാം പൊടിപിടിച്ച് കിടക്കുകയാണ്. TCV മാള. പെരിഞ്ഞനത്ത് ഓട്ടോറിക്ഷ മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷ ഡ്രൈവർ പെരിഞ്ഞനം സ്വദേശി അറക്കപ്പുരയ്ക്കൽ ബിജേഷ്, ഓട്ടോ യാത്രിക ചന്ദ്രാപിന്നി സ്വദേശിനി കളരിക്കൽ സേതു ലക്ഷ്മി എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കയ്പമംഗലത്ത് വീണ്ടും ചെഞ്ചെവിയൻ ആമയെ കണ്ടെത്തി. കാളമുറി അശോക റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നാണ് ആമയെ കിട്ടിയത്.
തല പുറത്തേക്ക് വരുമ്പോൾ ചെവിയുടെ ഭാഗം ചുവന്നിരിക്കുന്നതുകൊണ്ടാണ് ഇവയെ ചെഞ്ചെവിയൻ ആമ എന്ന് വിളിക്കുന്നത്. ആമയുടെ വലിപ്പത്തിലും കൈകാലുകളുടെ നിറത്തിനും സാധാരണ ആമയേക്കാൾ വ്യത്യാസമുണ്ട്. അപകടകാരിയായ ഈ ആമയെ കുളത്തിലോ മറ്റോ ഇട്ടാൽ മറ്റുള്ള ജീവികളുടെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കുമെന്ന് പറയുന്നു. ആമയ്ക്ക് 3 കിലോയോളം തൂക്കമുണ്ട്. ഏതാനും ദിവസം മുമ്പും കാളമുറി പടിഞ്ഞാറ് ഭാഗത്തു നിന്നും ചെഞ്ചെവിയൻ ആമയെ കണ്ടെത്തിയിരുന്നു. ആമയെ വന്യജീവി സംരക്ഷകൻ കൂളിമുട്ടം സ്വദേശി അൻസാരി പിടികൂടി വനം വകുപ്പിന് കൈമാറുന്നതിനായി കൊണ്ടുപോയി. ഗുരുവായൂർ അഷ്ടമി രോഹിണി ആഘോഷത്തിന് മുന്നോടിയായി മമ്മിയൂർ നായർ സമാജത്തിന്റെ നേതൃത്വത്തിൽ സത്സംഗം നടത്തി. മമ്മിയൂർ ക്ഷേത്രം മേൽശാന്തി ശ്രീ രുദ്രൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ DM വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. വി അച്യുതക്കുറുപ്പ്, മാങ്ങോട്ട് രാമകൃഷ്ണൻ മേനോൻ, VP ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂർ മേഖലയിലെ ഹോട്ടൽ, ടീ ഷോപ്പ് ഉടമകൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ജില്ലാ ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ ബൈജു P. ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ സർക്കിൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഡോക്ടർ അനു ജോസഫ് ക്ലാസ് നയിച്ചു. KHRA ഭാരവാഹികളായ OKR മണികണ്ഠൻ, GK പ്രകാശ്, CA ലോകനാഥൻ, NK രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നവംബറിൽ കുന്നംകുളത്ത് നടക്കുന്ന AKPA ജില്ലാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. AKPA ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പ അധ്യക്ഷത വഹിച്ചു. AKPA സംസ്ഥാന പ്രസിഡന്റ് AC ജോൺസൺ, AKPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജനീഷ് പാമ്പൂർ, കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, BJP കുന്നംകുളം മണ്ഡലം വൈസ് പ്രസിഡന്റ് മഹേഷ് തിരുത്തിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. ചാഴൂർ പഞ്ചായത്തിൽ പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും 100% വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളെയും ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ K. രാമചന്ദ്രൻ, NN ജോഷി, MK ഷൺമുഖൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി പള്ളിപ്പാടത്തെ സ്ഥലം നഗരസഭ ഏറ്റെടുക്കുന്നതുമായ ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുന്നു. മാർക്കറ്റ് വികസനത്തിനായി പതിറ്റാണ്ടുകൾ മുമ്പ് നഗരസഭ കണ്ടെത്തിയ വെടിക്കെട്ട് പാടത്തെ 5 ഏക്കർ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ചർച്ച പുരോഗമിക്കുന്നത്. മാർക്കറ്റിനോട് ചേർന്ന 3 സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലെ 1 ഏക്കർ സ്ഥലം നഗരസഭയ്ക്ക് ഉപാധിരഹിതമായി നൽകുകയും ബാക്കി 4 ഏക്കർ അതത് ഉടമകൾക്ക് വിട്ടുനൽകുകയും ചെയ്യുന്ന ചർച്ചയാണ് ഇപ്പോൾ സജീവമാകുന്നത്. ഇതിനായി നഗരസഭയിലെ കൗൺസിലർമാർ അടങ്ങുന്ന അനൌദ്യോഗിക കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഭരണസമിതി സ്വകാര്യ വ്യക്തികളുടെ 2 ഏക്കർ സ്ഥലം നഗരസഭയ്ക്ക് സൗജന്യമായി ലഭിക്കുന്ന മറ്റൊരു പദ്ധതി ആവിഷ്കരിച്ചെങ്കിലും ലക്ഷ്യം കാണാനായില്ല. LIC ഓഫീസ് പരിസരത്തു നിന്നും വെട്ടുകടവ് റോഡിലേക്ക് ബൈപ്പാസ് നിർമ്മിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അതിൽ അഴിമതി ആരോപിച്ച അന്നത്തെ പ്രതിപക്ഷമാണ് ഇപ്പോൾ 1 ഏക്കർ സ്ഥലം മാത്രം സൗജന്യമായി ലഭിക്കുന്ന ആസൂത്രണത്തിന് ചുക്കാൻ പിടിക്കുന്നതെന്നാണ് ആരോപണം. തണ്ണീർത്തടം നികത്തുന്നുവെന്ന് ആരോപിച്ച് ഭരണപക്ഷമായ CPIയും അന്ന് പദ്ധതിയെ എതിർത്തു. തങ്ങളുടെ സ്ഥലം ഒഴിവായി കിട്ടുന്നതിന് 4 ഏക്കർ സ്ഥലത്തിന്റെ ഉടമകൾ 1 കോടി രൂപയാണ് 1 ഏക്കറിന്റെ ഉടമകൾക്ക് മധ്യസ്ഥർ വഴി കൊടുക്കുന്നതത്രേ. ഇടനിലക്കാർ 50 ലക്ഷം രൂപ കൂടി അധികമായി ആവശ്യപ്പെട്ടതിനാലാണ് നീക്കം മന്ദഗതിയിലായതെന്നും പറയുന്നു. TCV ന്യൂസ്, ചാലക്കുടി. മാള ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ പട്ടികജാതി വിഭാഗത്തിലെ സ്ത്രീകൾക്കായി അനുവദിച്ച ജൈവവള നിർമ്മാണ യൂണിറ്റ് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷിജി യാക്കോബ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സന്ധ്യ നൈസൻ അധ്യക്ഷത വഹിച്ചു. കൃഷിവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ R. സോണിയ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോസ് മാഞ്ഞുരാൻ, PA ഗീത, ബിന്ദു ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. മരത്തങ്കോട് മാർ പീലക്സിനോസ് മെമ്മോറിയൽ വിദ്യാലയത്തിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു. കുന്നംകുളം സിവിൽ എക്സൈസ് ഓഫീസർ K. ലത്തീഫ്, ഹെൽത്ത് ഓഫീസർ പ്രസന്നൻ തുടങ്ങിയവർ ക്ലാസ് നയിച്ചു. PTA പ്രസിഡന്റ് KA പ്രദീപ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക CP ലൈലിക, MPTA പ്രസിഡന്റ് AK സന്ധ്യ, സ്റ്റാഫ് സെക്രട്ടറി ഫാദർ സജി കുളങ്ങാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ആദൂർ മഹാത്മാ LP സ്കൂളിൽ നടന്നുവന്നിരുന്ന വായനാ വാരാചരണം സമാപിച്ചു. ന്യൂമൻസ് കോളേജ് പ്രിൻസിപ്പാൾ MV പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് മെമ്പർ PA മുഹമ്മദ് കുട്ടി അധ്യക്ഷനായി. സ്കൂൾ മാനേജർ PK വിനയകുമാർ, ഹെഡ്മിസ്ട്രസ് KV ഗീത, മാതൃസംഘം പ്രസിഡന്റ് വിന്യ ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അഴീക്കോട് പേബസാർ യൂണിറ്റ് വാർഷിക പൊതുയോഗം
ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അഴീക്കോട് പേവസാർ യൂണിറ്റ് പ്രസിഡന്റ് ശിവശങ്കരൻ ചള്ളിയിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് P. പവിത്രൻ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. ജില്ലാ സെക്രട്ടറി KN നജാഹ്, അബ്ബാസ് പള്ളിപ്പാടത്ത്, AK രാമകൃഷ്ണൻ, AM കമറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വായനാ സദസ്സ് സംഘടിപ്പിച്ചു. പെൻഷൻ ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കവി ഡോക്ടർ C. രാവുണ്ണി ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ കൊടകര ബ്ലോക്ക് പ്രസിഡന്റ് T. ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിച്ചു. ED ഡേവിസ്, VV പരമേശ്വരൻ, P. തങ്കം, KO പൊറിഞ്ചു തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം നഗരസഭയുടെയും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ യോഗ വാരാചരണം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ T. സോമശേഖരൻ അധ്യക്ഷത വഹിച്ചു. യോഗ അസോസിയേഷൻ സംസ്ഥാന സമിതി അംഗം MV പ്രശാന്തൻ, വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ തുടങ്ങിയവർ പങ്കെടുത്തു. മുക്കാട്ടുകരയിലെ SSLC +2 ഉന്നത വിജയികളെ രാജീവ് ഗാന്ധി സാംസ്കാരിക വേദി ക്ലബ്ബ് അനുമോദിച്ചു. തൃശൂർ കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് CD സെബീഷ് അധ്യക്ഷത വഹിച്ചു. ഷാജു ചെറിയത്ത്, ജോൺ C. ജോർജ്, ജോസ് കുന്നപ്പള്ളി, ജെൻസൺ ജോസ് കാക്കശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6600 രൂപ, പവന് 52,800 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3633 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കണ്ടാണശ്ശേരി ആളൂരിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചിരാഗ് ഗീ ഭക്ഷ്യസുരക്ഷാ വിഭാഗം നിരോധിച്ചു. നെയ്ക്കൊപ്പം എണ്ണയും ചേർത്തിരുന്നതായി കണ്ടെത്തി. ബോട്ടിലിൽ സൂക്ഷിച്ച 77 കിലോ നെയ്യും ടിന്നുകളിൽ സൂക്ഷിച്ച 27 കിലോ നെയ്യും പിടിച്ചെടുത്തു. തൃശൂർ, കോഴിക്കോട്, തൃശൂർ, കൊടുങ്ങല്ലൂർ റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുടമ തൊഴിലാളി സംയുക്ത സമിതി പ്രഖ്യാപിച്ച ബസ് സമരം മാറ്റിവെച്ചു. സമരം ജൂലൈ 2 മാറ്റിയെന്ന സംയുക്ത സമരസമിതി കലക്ടറുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. കട്ടിലപ്പൂവത്ത് കാട്ടാനകളിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മേഖലയിൽ ആനയിറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവാകുന്നു. പ്രതിഷേധിച്ച് കർഷകർ. ചാലിശ്ശേരി പെരുമണ്ണൂരിൽ ഒറ്റ ദിവസം കൊണ്ട് കിണർ വറ്റിയ പ്രതിഭാസം ഭൂചലനം മൂലമെന്ന് ഭൂജല വകുപ്പ് സ്ഥിരീകരിച്ചു. ഭൂചലനത്തിൽ രൂപപ്പെട്ട വിള്ളലുകളിലൂടെ വെള്ളം ചോർന്നു പോയതായി കണ്ടെത്തി. വടക്കാഞ്ചേരിയിലെ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാകുന്നു. തമ്പടിച്ച് മദ്യപിച്ച് ബഹളം വയ്ക്കുന്ന ഇതര സംസ്ഥാനക്കാർക്കെതിരെ പോലീസിന്റെ ഭാഗത്തു നടപടിയുണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.